പെട്ടതാണ്. അപ്പോൾ ഇതിൽ കാണാൻ സാധിക്കുന്നതെന്ന് വിചാരിക്കുന്നു. അതായത് സർജറി കൊണ്ട് ലിവർ ക്യാൻസർ മാറുകയില്ല. യു കനോട്ട് ക്യൂർ ലിവർ ക്യാൻസർ ബൈ എ സർജറി. അടിസ്ഥാനമായ കരളിൻ്റെ കോശങ്ങൾക്ക് ശക്തി നൽകാൻ ഹോമിയോപ്പതി തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റർ. ഇതൊരു ഹോമിയോ ക്ലിനിക്കിൻ്റെ പോസ്റ്ററാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് നേരിട്ട് പോയിട്ട് എങ്ങനെയാണ് ഈ ഹോമിയോ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഈ കരളിൻ്റെ കോശങ്ങൾക്ക് ശക്തി കൊടുക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് നേരിട്ട് പോയി ചോദിക്കാം. അല്ലെങ്കിൽ ഈ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് ചോദിക്കാം എന്താണ് അതിൻ്റെ തെളിവ് എന്നൊക്കെ ചോദിക്കാം. അതിന് വേണ്ടിയിട്ടാണ് നമ്പർ നമ്മൾ മാസ്ക് ചെയ്യാതെ ഇവിടെ തന്നെ വെച്ചിരിക്കുന്നത്. പിന്നെ അതുകൂടാതെ മറ്റൊരു പോസ്റ്ററും കൂടി ഇവർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിങ്ങനെയാണ്: തുടക്കത്തിലെ ഹോമിയോപ്പതി ഉപയോഗിക്കും, എന്തിന് ക്യാൻസറിനെ പേടിക്കണം എന്ന് പറഞ്ഞിട്ട്. ശരിയാണ്, തുടക്കത്തിലെ ഹോമിയോപ്പതി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ക്യാൻസറിനെ പേടിക്കാൻ നിങ്ങൾ ബാക്കി ഉണ്ടാവില്ല, എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ തീരുമാനമാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പേടിയൊക്കെ പെട്ടെന്ന് മാറും എന്നുള്ളത് തന്നെയാണ്. അത് നമ്മൾ സമ്മതിക്കുന്ന കാര്യമാണ്. എന്തായാലും കീമോതെറാപ്പി അതുപോലെ റേഡിയേഷൻ സർജറി എന്നിവയുടെ കഷ്ടപ്പാടിൽ നിന്ന് നിങ്ങൾക്ക് വളരെ വേഗം രക്ഷപ്പെടാം എന്ന് എഴുതിയതും വളരെ അർത്ഥവത്തായിട്ടുള്ള കാര്യമാണ്. ഞാനൊരു ചെറിയ കാര്യം പറയാം. ഞാൻ പഠിച്ചിരുന്ന കോളേജിൽ, ഹോമിയോ കോളേജിൽ ഒരു ക്യാൻസർ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരുന്നു. ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായിട്ട് നമ്മൾ കൂട്ടുകാരനെ പോലെ കാണുന്ന നമ്മളൊരു ഡോക്ടർ തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങൾ തമാശയ്ക്കാണെങ്കിലും സാറിനോട് നേരിട്ടും പറയാറുണ്ട്, ആർക്കെങ്കിലുമൊക്കെ ക്യാൻസർ വന്ന് നരകിക്കുന്ന ആളുകൾ പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് ഇതിലൊരു തീരുമാനമാക്കണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ വെൽക്കം ടു ഹോമിയോ കോളേജ്. ഞങ്ങളുടെ ക്യാൻസർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിങ്ങൾ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാം. ഈ നാട്ടിൽ, ഈ ലോകത്ത് നിന്ന് രക്ഷപ്പെടാം. അതിനുള്ള ഡിപ്പാർട്ട്മെൻറ്റാണ് നമ്മളിവിടെ തുടങ്ങി വെച്ചിരിക്കുന്നത് എന്നുള്ളത് ഞങ്ങൾ തമാശയ്ക്കാണെങ്കിൽ പറയാറുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സംഗതി കണ്ടപ്പോൾ ഇതിൻ്റെ പിന്നിൽ എത്രമാത്രം തെറ്റായ വിവരങ്ങളാണ് പ്രചരിപ്പിക്കുന്നത്, എത്രമാത്രം തെറ്റായ ആശയമാണ് ഇവിടെ ആളുകളിലേക്ക് എത്തിക്കുന്നത് എന്ന് കണ്ടപ്പോൾ നമ്മളെ കേരളത്തിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്ന ഏറ്റവും മികച്ച കരൾ രോഗ ചികിത്സാ വിഭാഗങ്ങളുള്ള വളരെ ചുരുക്കം സെൻറ്ററുകളിൽ ഉള്ളതിൽ ഒന്ന് ഈ എറണാകുളത്തുള്ള രാജഗിരി ഹോസ്പിറ്റലിലെ കരൾ രോഗ വിഭാഗം തന്നെയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഡോക്ടർ കൂടിയാണ് ഡോക്ടർ ആബി ഫിലിപ്സ്. അദ്ദേഹത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെയാണ് ഞാനും ഉള്ളത്. നമ്മുടെ കരൾ രോഗവുമായി ബന്ധപ്പെട്ടുള്ള ഗവേഷണ പ്രവർത്തനങ്ങളിലാണ് ഞാൻ അവിടെ അസിസ്റ്റ് ചെയ്യുന്നത്. എന്തായാലും അതിൻ്റെയും ഒരു ക്ലിനീഷ്യൻ സയൻറ്റിസ്റ്റ് എന്ന രീതിയിൽ അവിടെ തൻ്റെ ആ ഒരു കർമ്മം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തെ നമ്മുടെ ചാനലിലേക്ക് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഇൻ്റർവ്യൂ നമ്മുടെ ചാനലിൽ നമ്മൾ മാത്രമായിട്ട് ചെയ്യുന്നത്. മറ്റ് ചില ടോപ്പിക്സിൽ നമ്മൾ ഒരുമിച്ചുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഏതായാലും വെൽക്കം ചെയ്യുന്നു. അതോടൊപ്പം ഡോക്ടർ ആബി ഫിലിപ്സിൻ്റെ ചാനൽ ഡെലിവർ ഡോക് എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ടൈറ്റിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ കാണാറുള്ള വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾ അറിയേണ്ട ക്ലിനിക്കൽ കേസുകൾ വളരെ മികച്ച രീതിയിൽ അവിടെ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. ഇംഗ്ലീഷിലാണ്, നിങ്ങൾക്ക് വളരെ എളുപ്പം മനസ്സിലാവാൻ പറ്റുന്ന രീതി തന്നെയാണ് അത് നറേഷൻ. നിങ്ങൾക്കത് പോയി വാച്ച് ചെയ്യാം. അപ്പോൾ ഇനി ഞാൻ സമയം കളയുന്നില്ല, നമുക്ക് ഡോക്ടർ ആബിയിലേക്ക് പോകാം. ക്യാൻസർ, അത് കരൾ രോഗം, അതുമായി കണക്ട് ചെയ്തുകൊണ്ട് കരൾ അതിനെ ബാധിക്കുന്ന ക്യാൻസറിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള ആധുനിക അല്ലെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ പങ്കുവെക്കാൻ വേണ്ടി അദ്ദേഹം നമ്മളോടൊപ്പം ഉണ്ട്. 10-20 മിനിറ്റിന് ശേഷം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് നേരിട്ട് തന്നെ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങാം. അപ്പോൾ അലോപ്പതിയിൽ മരിക്കുന്നില്ല എന്ന് വരെയുള്ള ചോദ്യങ്ങൾ പോലും നമ്മൾ എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഓവർ ടു യു ഡോക്ടർ ആബി. താങ്ക് യു ആരിഫ്. കേൾക്കാലോ അല്ലേ? ക്ലിയർ ആണ്. സർജറി അല്ല ഒരു പരിഹാരം. ഹോമിയോപ്പതി കഴിച്ച് കരൾ കോശങ്ങളെ ശക്തമാക്കുക എന്നാണ് പരിഹാരം എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ അതുകൊണ്ടാണ് ഞാൻ ഓർത്തത് ഒരു വളരെ ഷോർട്ടായിട്ട് ശരിക്കും ലിവർ ക്യാൻസർ, നമ്മൾ ഈ കരൾ അർബുദം എങ്ങനെ ചികിത്സിക്കണം എന്നുള്ളതിൻ്റെ ഒരു ഷോർട്ട് പ്രിവ്യൂടെ ആൾക്കാരുടെ പബ്ലിക്കിൻ്റെ ഹെൽപ്പിന് വേണ്ടി ചെയ്യാമെന്ന് വെച്ചതേ. അപ്പം ഇവർ പറയുന്ന മാതിരി നമ്മൾ എല്ലാ ക്യാൻസറിനെയും ഒരുപോലെ കണക്കാക്കരുത്. ഇപ്പം ഇത് വൈദ്യക്കാർ പറയല്ലോ, ക്യാൻസറിൻ്റെ ക്യൂർ ഇതുവരെ മോഡേൺ മെഡിസിൻ അലോപ്പതി കണ്ടുപിടിച്ചിട്ടില്ല. എന്തുകൊണ്ട്? അത് അവർ വിവരക്കേടുകൊണ്ട് പറയുന്നത്. എന്നുവെച്ചാൽ പലതരത്തിലുള്ള ക്യാൻസർ, പലതരത്തിലുള്ള ചികിത്സാ രീതികൾ, പലതരത്തിലുള്ള അപ്രോച്ചാണുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ ലിവർ ക്യാൻസറിനെ മാത്രമാണ് എടുക്കുന്നത്. അപ്പം ലിവർ ക്യാൻസറിൻ്റെ റിസ്ക്കുകൾ ആദ്യമേ ഞാൻ പറയാം വളരെ സിമ്പിളായിട്ട്. നമ്പർ 1 എന്ന് പറയുന്നത് ആൽക്കഹോളാണ്. നമ്പർ 2 എന്ന് പറയുന്നത് അമിതവണ്ണമാണ്, ഒബീസിറ്റി. നമ്പർ 3 എന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി ആണ്. നമ്പർ 4 എന്ന് പറയുന്നത് ഡയബറ്റീസ് ആണ്. ഇപ്പോൾ ചില ആൾക്കാരിൽ ഇതൊക്കെ ചിലപ്പോൾ ഒരുമിച്ച് കാണും. ഇപ്പം വണ്ണമുള്ളവർ മദ്യപിച്ചാൽ അവർക്ക് ക്യാൻസർ റിസ്ക് 10 ഗുണം 20 ഗുണം കൂടിയാണ്. ഇപ്പം മദ്യപിക്കുന്ന ഒരാളിൽ ഹെപ്പറ്റൈറ്റിസ് ബി ഉണ്ടെങ്കിൽ അവിടെയും റിസ്ക് ഭയങ്കരമായിട്ട് കൂടിയാണ്. അപ്പം മേജർ റിസ്ക് ഫാക്ടേഴ്സ് നമ്മുടെ നാട്ടിൽ കാണുന്നത് ഇവയൊക്കെയാണ്. ഈ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്ന അമിതവണ്ണം, ഡയബറ്റീസ്, അങ്ങനെ. അപ്പോൾ ഒരു വ്യക്തിയിൽ ക്യാൻസർ വരുമ്പോൾ ലിവർ ക്യാൻസർ, അതായത് ലിവർ ക്യാൻസർ 2 തരത്തിലാണ് ബേസിക് ആയിട്ട് പറയുമ്പോൾ. ഒന്ന് പ്രൈമറി ലിവർ ക്യാൻസർ എന്ന് പറയും, ഒന്ന് സെക്കൻഡറി എന്ന് പറയും. പ്രൈമറി എന്ന് പറഞ്ഞാൽ ഈ കരൾ കോശങ്ങളിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന ക്യാൻസറാണ്. അതിനാണ് നമ്മൾ ഈ ഹെപ്പറ്റോ സെല്ലുലാർ കാർസിനോമ എന്ന് പറയുന്നതാണ് നമ്പർ 1. HCC എന്നാണ് അതിൻ്റെ ഷോർട്ട് ഫോം. സെക്കൻഡറി എന്ന് പറയുന്നത് ഈ പുറത്തുനിന്ന്, അതായത് വേറെ ക്യാൻസറുകൾ സ്പ്രെഡ് ആയിട്ട് ലിവറിലോട്ട് വരുന്നതാണ്. ഇപ്പോൾ ബ്രസ്റ്റിൽ നിന്നാണെങ്കിലും അല്ല പാങ്ക്രിയാസ്, ആഗ്നേയഗ്രന്ഥി എന്നുള്ള ക്യാൻസറൊക്കെ സ്പ്രെഡ് ആയിട്ട് ലിവറിലോട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ചികിത്സകളും ഇതിൻ്റെയൊക്കെ അപ്രോച്ചൊക്കെ ഡിഫറൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഡിസ്കഷൻ എന്ന് പറയുന്നത് പ്രൈമറി ലിവർ ക്യാൻസർ ആണ്, അതായത് ഹെപ്പറ്റോ സെല്ലുലാർ കാർസിനോമ. അപ്പം അത് ഇപ്പോൾ നമ്മൾ അതിൻ്റെ വലിയൊരു റിസ്പെക്ട് എന്ന് പറയുന്നത് സിറോസിസ് ആണ്. അതായത് കരളിൽ ചുരുക്കം സംഭവിച്ച വ്യക്തികളിൽ സിറോസിസ്, പല കാരണങ്ങളാൽ സിറോസിസ് വന്നവർക്ക് ലിവറിൽ പ്രൈമറി ക്യാൻസർ, ഹെപ്പറ്റോ സെല്ലുലാർ കാർസിനോമ ഉണ്ടാകാനുള്ള റിസ്ക് വളരെ അധികമാണ്. അതുകൊണ്ടാണ് നമ്മൾ സിറോസിസ് രോഗികളെ 3 മാസം 6 മാസം കൂടുമ്പോൾ അൾട്രാസൗണ്ട് ചെയ്യുകയും ലിവറിൻ്റെ ചെറിയ സ്കാൻ ചെയ്യുകയും ആൽഫ ഫീറ്റോ പ്രോട്ടീൻ എന്ന് പറയുന്ന ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് അത് കൂടുന്നുണ്ടോ നോക്കുകയും, കൂടുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കരളിൽ മുഴകൾ വന്നിട്ടുണ്ടോ നോക്കുകയും അതനുസരിച്ച് CT സ്കാനും MRI ഒക്കെ ചെയ്തിട്ട് അത് കരളിൽ അർബുദമാണെന്ന് സ്ഥാപിക്കുകയും ചെയ്യുന്നത്. കരൾ അർബുദത്തിൻ്റെ ഒരു പ്രത്യേകത, പ്രൈമറി ഈ ഹെപ്പറ്റോ സെല്ലുലാർ കാർസിനോമ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനകത്ത് ബയോപ്സിയുടെ ആവശ്യം മിക്ക രോഗികളിലും ഇല്ല. ഒരു CT സ്കാൻ അല്ലെങ്കിൽ MRI, കോൺട്രാസ്റ്റ് MRI സ്കാൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അത് ക്യാൻസർ ആണോ, പ്രൈമറി ലിവർ ക്യാൻസർ ആണോ ഇല്ലയോ എന്നുള്ളത് സ്കാൻ തന്നെ പറയും. അപ്പോൾ പല രോഗികൾ വന്ന് ചോദിക്കും ഇതിന് ബയോപ്സി എടുക്കേണ്ടതെന്ന്. അപ്പോൾ ബയോപ്സി എടുക്കേണ്ട ആവശ്യം ഒരു 95% ആൾക്കാരിലും വരുന്നില്ല. അപ്പോൾ നമ്മൾ ഈ CT സ്കാൻ ചെയ്തു, MRI ചെയ്തു, ലിവർ ക്യാൻസർ ആണെന്ന് സ്ഥാപിച്ചു. ഇതിൻ്റെ ചികിത്സ എന്ന് പറഞ്ഞാൽ വെറുതെ പോയി നമ്മളൊരു കീമോതെറാപ്പി കൊടുക്കുക, റേഡിയോതെറാപ്പി കൊടുക്കുകയല്ല. ആദ്യമേ തന്നെ നമ്മൾ നോക്കുന്നത് ഇത് വന്നേക്കുന്നത് നോർമൽ ലിവറിലാണോ അതോ സിറോസിസ് ലിവറിലാണോ എന്നുള്ളതാണ്. ഈ മുഴ വന്നേക്കുന്നത് ഒരു മുഴയാവാം, പല പല മുഴകളാവാം, ചെറിയ മുഴയാവാം, വലിയ മുഴയാവാം. അപ്പം അതൊക്കെ തരംതിരിച്ചാണ് നമ്മൾ ചികിത്സകളും പറയുന്നത്.
അപ്പോൾ ഇതിനകത്ത് ഒരു സിറോസിസ് അല്ലാത്ത ഒരു ലിവർ, നല്ല ഹെൽത്തി ലിവറിൽ ക്യാൻസർ വരുന്നത് കൂടുതലും ഹെപ്പറ്റൈറ്റിസ് ബി കാരണമാണ്. എല്ലാവരും ശ്രദ്ധിക്കണം, ഇത് നമ്മുടെ നാട്ടിൽ വളരെ വ്യാപകമാണ് ഹെപ്പറ്റൈറ്റിസ് ബി. അപ്പോൾ എല്ലാവരും ചെക്ക് ചെയ്യാത്തവർ ഹെപ്പറ്റൈറ്റിസ് ബിക്ക് വേണ്ടി, ഹെപ്പറ്റൈറ്റിസ് സിക്ക് വേണ്ടി ഒന്ന് സ്ക്രീൻ ചെയ്യുക. അത് വളരെ അത്യാവശ്യമാണ്. ഒരു ഫിസിഷ്യൻ എടുത്ത് പോയാൽ അവരത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബി മൂലമുള്ള നോർമൽ ലിവറിൽ ലിവർ ക്യാൻസർ വരുമ്പോൾ അതിൻ്റെ സാധാരണ രീതിയിൽ ഒരു സിംഗിൾ മുഴയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കത് സർജറിയിലൂടെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യാൻ പറ്റും. അതായത് ഈ നല്ല ലിവറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഒരു ഭാഗം മുറിച്ച് കളഞ്ഞാൽ ബാക്കിയുള്ള ഭാഗം വളരും. അതിന് ഭയങ്കര റീജനറേറ്റീവ് കപ്പാസിറ്റിയാണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പം ഒരു സൈഡിൽ ഒരു ചെറിയൊരു മുഴ, ഒരു 3 സെന്റിമീറ്റർ 5 സെന്റിമീറ്റർ മുഴയാണെങ്കിൽ നമ്മൾ ആ ഭാഗം നീക്കം ചെയ്യുകയാണെങ്കിൽ ആ ക്യാൻസർ അവിടെ ക്യൂറായി, ബാക്കിയുള്ള ഭാഗം തനിയെ വളരും. നമ്മൾ പിന്നെ ഹെപ്പറ്റൈറ്റിസ് ബിക്കുള്ള മരുന്ന് കൊടുത്താൽ പിന്നെ അത് ഫർദർ ക്യാൻസർ ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഹെപ്പറ്റൈറ്റിസ് ബി ഇല്ലാത്ത ഒരു വാക്സിനേഷൻ എടുത്താൽ, ഹെപ്പറ്റൈറ്റിസ് ബിക്ക് എതിരെയുള്ള വാക്സിനേഷൻ എടുത്താലും ഈ ക്യാൻസർ വരില്ല. അതൊരു വാക്സിൻ പ്രിവെന്റബിൾ ക്യാൻസർ ആണ്. വളരെ ലോകത്ത് ചുരുക്കം അങ്ങനെ ക്യാൻസേഴ്സ് ഉള്ളതിൽ ഒന്നാണിത്. അപ്പോൾ വാക്സിൻ എടുക്കാത്തവർ വാക്സിനേഷൻ ചെയ്യാം. ഇനി സിറോസിസിലാണെന്ന് വെച്ചോ ഈ ക്യാൻസർ വരുന്നത്, ഹെപ്പറ്റോസെല്ലുലാർ കാർസിനോമ. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ സിറോസിസിന്റെ സ്റ്റേജ് നോക്കും. അതായത് സിറോസിസിനകത്ത് 6 സ്റ്റേജ് ഉണ്ട്. ആദ്യത്തെ 2 സ്റ്റേജിലും ലിവർ സിറോസിസ് ഉണ്ടതിന്റെ ലക്ഷണങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞിരിക്കുന്നു, ആൽബുമിൻ കുറഞ്ഞിരിക്കുന്നു, മുഖത്തൊരു കരിവാൾ, ഇപ്പോൾ കാലിൽ ചെറിയ നീര്, അല്ലാതെ കോംപ്ലിക്കേഷൻസ് ആയിട്ടൊന്നും ഇല്ല. അപ്പോൾ അതൊരു സ്റ്റേബിൾ സിറോസിസ് ആണ്. 3ാമത്തെ 4ാമത്തെ സ്റ്റേജിൽ ലിവറിന്റെ പ്രഷർ കൂടിയിട്ടുള്ള കോംപ്ലിക്കേഷൻ, അതായത് രക്തഛർദ്ദിക്കുക, കറുത്ത മലം വരിക, വയറ്റിൽ നീര് കിട്ടുക, നീര് കുത്തിയെടുക്കുക, നീര് കുറയ്ക്കുള്ള മരുന്ന് കഴിക്കുക. ഈ സ്റ്റേജൊക്കെയാണ് 3 ഉം 4. അതിനകത്ത് മുഴ വന്നാൽ നമ്മൾ വേറെ തരത്തിലാണ് ചികിത്സിക്കേണ്ടത്. പിന്നെ 5ാമത്തെ 6ാമത്തെയും സ്റ്റേജ് എന്ന് പറയുന്നത് ലിവർ ഫെയിലർ ആണ്. അതായത് മഞ്ഞപ്പിത്തം, ബിലിറൂബിൻ 3 മുകളിൽ പോകും. ലിവർ അല്ലാതെ വേറെ അവയവങ്ങളുടെ പ്രശ്നങ്ങൾ വരാം, ഇൻഫെക്ഷൻസ് വരാം, അമോണിയ കൂടിയിട്ട് ബ്രെയിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളൊക്കെ വരാം. അപ്പോൾ അത് ലിവർ ഫെയിലർ സ്റ്റേജാണ്. അപ്പം സ്റ്റേജ് 1 2 നല്ല ലിവർ ഫംഗ്ഷൻ ആണ്, സ്റ്റേബിൾ സിറോസിസ് ആണ്, ലിവർ പ്രഷർ അധികം ഇല്ല എങ്കിൽ അവിടെയും സർജറി നമുക്ക് ചെയ്ത പേഷ്യൻസിനെ ക്യൂർ ചെയ്യാൻ പറ്റും. 3ാമത്തെ 4ാമത്തെ സ്റ്റേജിൽ നമുക്ക് സർജറിയിലൂടെ പേഷ്യൻസിനെ ക്യൂർ ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ആ ലിവർ ഓൾറെഡി അണ്ടർ ഹൈ പ്രഷറാണ്, സിറോസിസ് സ്റ്റേബിൾ അല്ല. അപ്പോൾ നമ്മൾ സർജറി ചെയ്യുമ്പോൾ ബാക്കിയുള്ള ലിവർ ഫെയിൽ ആവും. സിറോസിസ് ലിവറിന് റീജനറേഷൻ കപ്പാസിറ്റി ഇല്ല. അങ്ങനെയുള്ള പേഷ്യൻസിൽ നമ്മൾ വേറെ 3 തരത്തിലാണ് ചികിത്സിക്കുന്നത്. ഒന്ന്, ചെറിയ മുഴകളെയൊക്കെ നമുക്ക് പുറത്തുനിന്ന് കരിച്ച് കളഞ്ഞ് ചൂട് കൊടുത്ത് കരിച്ച് കളയാം. RF അബ്ലേഷൻ അല്ലെങ്കിൽ മൈക്രോവേവ് അബ്ലേഷൻ എന്ന് പറയുന്ന ട്രീറ്റ്മെന്റ് ആണ്. കുറച്ചുകൂടെ വലിയ തടിപ്പുകളാണെങ്കിൽ നമുക്ക് ടേസ് എന്ന് പറഞ്ഞൊരു പ്രൊസീജർ ഉണ്ട്. അതായത് ഈ ട്യൂമറിന് രക്തം കൊടുക്കുന്ന, അതായത് സപ്ലൈ കൊടുക്കുന്ന രക്തക്കോയിൽ ഏതാണോ അതിനകത്ത് നമ്മൾ പോയിട്ട് ആൻജിയോഗ്രഫി പ്രൊസീജർ ആണ്, സർജറി അല്ല. ഇതൊക്കെ പിൻഹോൾ പ്രൊസീജിയേഴ്സ് ആണ്. ഞാൻ ഈ രക്തക്കോയിൽ കൂടെ പോയിട്ട് ചെയ്യുന്നതാണ്. നമ്മൾ രക്തക്കോയിൽ കൂടെ പോയി തടിപ്പിനകത്തോട്ട് മരുന്നിട്ടിട്ട് ആ തടിപ്പിനെ മാത്രം കരിച്ച് കളയും. അതാണ് ടേസ്. ട്രാൻസ് ആർട്ടീരിയൽ കീമോ എംബോളൈസേഷൻ. അതുപോലെ തന്നെ റേഡിയേഷൻ, അതിലൂടെ തന്നെ റേഡിയേഷൻ കൊടുക്കാം. ട്രാൻസ് ആർട്ടീരിയൽ റേഡിയോ എംബോളൈസേഷൻ ഉണ്ട്. അത് വലിയ തടിപ്പുകൾക്കൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇനിയിപ്പം പല പേഷ്യൻസിലും ഈ വലിയ തടിപ്പുകളൊക്കെ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, അതായത് ഇതുപോലെ മരുന്നിട്ട് മുഴുവൻ കരിച്ചിടാൻ പറ്റിയില്ലെങ്കിൽ, നമ്മളൊക്കെ നമ്മുടെ സെന്റേഴ്സ് ചെയ്യുന്നത് ഇതിലും ഉപരിയായി കൂടുതലായിട്ടുള്ള ഒരു അഡ്വാൻസ് ട്രീറ്റ്മെന്റ് ആണ്. വളരെ ലോലമായ ട്രീറ്റ്മെന്റ് ആണ്. പലരും ഈ ചികിത്സ വളരെ ഈസി ആയിട്ട് ടോളറേറ്റ് ചെയ്യും. അവർക്ക് അഡ്മിഷൻ പോലും വേണം. നമ്മൾ OPD ചെയ്യുന്നതാണ്. അതിനാണ് പറയുന്നത് സൈബർ സ്റ്റീരിയോടാക്ടിക് ബോഡി റേഡിയേഷൻ തെറപ്പി എന്ന് പറയും. വളരെ ഹൈ ഡോസ് റേഡിയേഷൻ ആ ട്യൂമറിനിട്ട് മാത്രം നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ പേഷ്യന്റിന് ശാരീരികമായിട്ട് റേഡിയേഷൻ്റെ സൈഡ് എഫക്റ്റ് ഒന്നും വരുന്നില്ല. ഇങ്ങനെ നമുക്ക് ചികിത്സിക്കാം. ഇനി ചില പേഷ്യൻസിൽ ലിവർ ഫെയിലർ ഉണ്ട്. അങ്ങനത്തെ പേഷ്യൻസിൽ കരിക്കലോ ഈ മരുന്നിടലോ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ലിവർ അത് താങ്ങില്ല. അങ്ങനെയുള്ളവരിൽ ലിവറിന്റെ പുറത്തോട്ട് സ്പ്രെഡ് ആവാത്ത അസുഖമാണെങ്കിൽ നമുക്ക് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത് അവരെ രക്ഷപ്പെടുത്താൻ സാധിക്കും. നമ്മൾ ഇഷ്ടം പോലെ പേഷ്യൻസിനെ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കരൾ അർബുദത്തിനും സിറോസിസിനും ലിവർ ഫെയിലറിനുമായിട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് രക്ഷപ്പെട്ട് വർഷങ്ങളോളം ജീവിച്ചിരിക്കുന്ന എത്രയോ വ്യക്തികളുണ്ട് ലോകമെമ്പാടും. നമ്മളും വളരെ കോമൺ ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പം ലിവർ ക്യാൻസർ സർജറിയും കൊണ്ട് നമുക്ക് ചികിത്സിക്കാം. സർജറി അല്ലാത്ത പല രീതികളുണ്ട്. ഈവൻ കംപ്ലീറ്റ് ക്യൂർ ആയിട്ടുള്ള ട്രാൻസ്പ്ലാന്റേഷൻ വരെ നമുക്കുണ്ട്. അപ്പോൾ ഈ പറയുന്ന പോസ്റ്ററിൽ അടിച്ചേക്കുന്നത് മുഴുവനും തെറ്റിദ്ധാരണകളാണ്, ആൾക്കാരെ പറ്റിക്കാനാണ്. അവിടെ ചെന്ന് ഈ ഹോമിയോപ്പതി എന്നൊക്കെ പറഞ്ഞ കോശങ്ങളെ സ്ട്രോങ് ആക്കുന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ വെറും എന്താണെന്ന് പറയുന്നത്, ഒരു തരത്തിൽ അവരെ വിൽക്കുകയാണ്. ഒരു തരം സെല്ലിംഗ് ആണ് അവിടെ നടക്കുന്നത്. ആൾക്കാരെ പറ്റിച്ച് അവരുടെ പൈസ അടിച്ച് മാറ്റാൻ വേണ്ടിയുള്ള ഒരു തരം വിൽപ്പന ആണ് അവിടെ ആ പോസ്റ്റിലൂടെ നടക്കുന്നത്. അപ്പോൾ ആൾക്കാർ ഇത്രയും സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കിയാൽ മതി. ഇങ്ങനെയാണ് നമ്മൾ സിറോസിസിന് ലിവർ ക്യാൻസർ ട്രീറ്റ് ചെയ്യുന്നതും സിറോസിസ് അല്ലാത്ത വ്യക്തികളിൽ ലിവർ ക്യാൻസർ ട്രീറ്റ് ചെയ്യുന്നത്. ഒരു സംശയമുണ്ട്. ഇപ്പോൾ ആബി കുറേ ചികിത്സകളെ കുറിച്ച് പറഞ്ഞു, ടേസിനെ പറഞ്ഞു, അതുപോലെ മൈക്രോവേവ് അബ്ലേഷനെ കുറിച്ച് പറയുന്നു, SBRT അതിനെക്കുറിച്ച് പറയുന്നു, പിന്നെ ലിവർ ട്രാൻസ്പ്ലാന്റേഷനെ കുറിച്ച് പറഞ്ഞു. എത്ര കാലമായിട്ടുണ്ടാവും ഈ ഒരു പുതിയ അല്ലെങ്കിൽ ഇത്തരം ചികിത്സകളൊക്കെ ഇന്ത്യയിൽ ഇതുപോലെ, അല്ലെങ്കിൽ നമ്മളൊക്കെ ഇതുപോലെ ചെയ്യാൻ തുടങ്ങിയിട്ട്, അല്ലെങ്കിൽ വ്യാപകമായിട്ട്? നമ്മളിപ്പം ഈ SBRT എന്നൊക്കെ പറയുന്നത് ഏകദേശം ഒരു 10-12 കൊല്ലമായിട്ട് ഇന്ത്യയിൽ ചെയ്യുന്നതാണ്. സൗത്ത് ഇന്ത്യയിൽ തന്നെ, കേരളത്തിലൊക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് SBRT. എത്ര കാലമായിട്ടുണ്ടാവും കേരളത്തിൽ? ഒരു 5-6 കൊല്ലമായിട്ട് നമ്മുടെ സെന്ററിൽ തന്നെ ചെയ്യുന്നുണ്ട്. പല സെന്റേഴ്സിലും ഇപ്പോൾ 8-10 കൊല്ലമായിട്ട് ചെയ്യുന്ന സെന്റേഴ്സ് ഉണ്ട്. ഓക്കെ, അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ പറയുന്ന SBRT 10 കൊല്ലമേ ആയിട്ടുള്ളൂ ഇന്ത്യയിൽ പറയുകയാണെങ്കിൽ. കറക്റ്റ്. ഇനിയിപ്പം ഇതിന്റെ ഒരു പ്രത്യേകത ഉണ്ട് SBRTയുടെ. ഇപ്പൊ ചില പേഷ്യൻസിൽ ലോക്കലി അഡ്വാൻസ്ഡ് ക്യാൻസർ എന്ന് പറയും, അതായത് ലിവറിനകത്ത് രക്തക്കൊഴലിനകത്തൊക്കെ ഇത് സ്പ്രെഡ് ആവും. അപ്പൊ അങ്ങനത്തെ പേഷ്യൻസിൽ നമുക്ക് പാലിയേറ്റീവ് കെയർ മാത്രമേ പണ്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനത്തെ പേഷ്യൻസിൽ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തവരെ രക്ഷപ്പെടുത്താനും പറ്റില്ല. അങ്ങനത്തെ രോഗികളിലും നമ്മൾ SBRT എന്ന് പറയുന്ന റേഡിയേഷൻ തെറപ്പി ചെയ്ത് ക്യാൻസറിനെ കംപ്ലീറ്റ് റെമിഷൻ ആക്കിയിട്ട് അവരുടെ ക്യാൻസറിന്റെ സ്റ്റേജ് താഴത്തോട്ട് കൊണ്ടുവന്ന് അവരെ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനാണ് ഡൗൺ സ്റ്റേജിംഗ് എന്ന് പറയുന്നത്. നമ്മൾ അത്രമാത്രം വരെ ചെയ്യുന്നുണ്ട് രോഗികൾക്ക്. യെസ്, ഒരു സംശയമുള്ളത്, ഇപ്പോൾ ഹോമിയോ ആ ഒരു പരസ്യം നമ്മൾ കാണുമ്പോൾ, അല്ലെങ്കിൽ പൊതുവെ ഇത്തരത്തിലുള്ള കപടശാസ്ത്ര വക്താക്കൾ, ഇതര വൈദ്യം എന്ന് വിളിച്ച് നടക്കുന്ന ആളുകൾ, എല്ലാവരും ചെയ്യുന്ന സമയത്ത് അവർ പറയുന്ന അവരുടെ ഈ പരസ്യവാചകം എന്ന് പറയുന്നത് ചികിത്സയില്ല, ഒന്നാമത്തെ കാര്യമാണ്. ഇതിന് ഇതുവരെ ചികിത്സ കണ്ടെത്തിയിട്ടില്ല. അതുപോലെ നൂതനമായ ചികിത്സയെക്കുറിച്ച് ഉള്ള വിവരങ്ങൾ അവർ ഒളിപ്പിച്ച് വെക്കുന്നു. ഇപ്പോൾ SBRT കുറിച്ചൊക്കെ ഇപ്പോൾ നമ്മൾ നേരിട്ട് കാണുന്നതാണല്ലോ അവിടെ. അതുപോലെ ഈ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത് ഡൗൺ സ്റ്റേജ് ചെയ്ത് അത് ചികിത്സിച്ച് പോകുന്നത് നമ്മൾ കാണുന്നതൊക്കെയാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നു, ഇങ്ങനെ പുതിയ വിവരങ്ങൾ സപ്രസ് ചെയ്തുകൊണ്ട്,
അതില്ല എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പഴയതിനെക്കുറിച്ച് പറഞ്ഞ് എന്നിട്ട് അത് ഭയങ്കര മോശമാണെന്ന് പറഞ്ഞ് എന്നിട്ട് ഈ സംഗതി സെല്ല് ചെയ്യുക, അതല്ലേ ഇവിടെ സത്യത്തിൽ നടക്കുന്നത് ഇവരുടെ ഒരു തട്ടിപ്പിന്റെ ഭാഗമായിട്ട്? അത് തന്നെയാണ് നടക്കുന്നത്. അതായത് ഈ പരസ്യം ഇടുക എന്ന് പറയുന്നത് തന്നെ അവർ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഓക്കെ, അപ്പോൾ പുതിയ വിവരം പറഞ്ഞാൽ അവരുടെ കച്ചവടം നടക്കില്ല. ഇപ്പം ആൾക്കാർ എന്താ പറയുന്നത്, നമ്മൾ ഹോമിയോപ്പതി നമ്മൾ രണ്ടുപേരും ഹോമിയോപ്പതിക്കെതിരെ പറയുന്നു. എന്തുകൊണ്ട് പറയുന്നു? നമ്മുടെ ബിസിനസ് കുറയുന്നു, അതുകൊണ്ട് അതിനെതിരെ പറയുന്നു. നേരെ തിരിച്ചാണ്. ഇവന്മാർ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മുടെ ബിസിനസ് കൂടെ ചെയ്യുന്നത്. ഹോമിയോപ്പതി പോയിട്ട് സ്റ്റേജ് A, B, C, D എന്ന് പറയുന്ന ക്യാൻസർ സ്റ്റേജിൽ എയും ബിയിലുള്ള ക്യാൻസർ ആൾക്കാർ സിയും ഡിയിലൊക്കെയാണ് നമ്മുടെ അടുത്ത് വരുന്നത്. അങ്ങനെയുള്ള പാലിറ്റി കെയറും ട്രാൻസ്പ്ലാന്റ് അതൊക്കെ ചെയ്ത് നമ്മുടെയാണ് ചിലവ്, അവരുടെ ചിലവ് കൂടുകയാണ് അവിടെ. പക്ഷേ അവർ എയിലൊക്കെ നമ്മുടെ അടുത്ത് വരുവാണെങ്കിൽ വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്ത് വിടാൻ കാര്യമുള്ളൂ. ഇവർ നമ്മുടെ മണി കൂട്ടുവാണ്, പേഷ്യൻസിന്റെ മണി കൂട്ടുവാണ്. യെസ്. ഇനി കോസ്റ്റ് ഇഫക്റ്റീവ്നെസിൻ്റെ ഒരു കാര്യം വരുമ്പോൾ അവിടെ പ്രധാനമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, ഇത് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഇത് കൊള്ളയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു പരിപാടി. അപ്പോൾ നമ്മളെ ചോദ്യം, നമ്മൾ ഗവൺമെൻറ് സെക്ടറിൽ എന്തുകൊണ്ടാണ് ഇത്തരം ചികിത്സകൾ കുറഞ്ഞ ചിലവിൽ അല്ലെങ്കിൽ നല്ല ചികിത്സ എന്നുള്ള രീതിയിൽ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കാത്ത? ഉണ്ടോ ഇല്ലെങ്കിൽ എന്തുകൊണ്ട് സാധിക്കുന്നില്ല? ഇതിപ്പം ചില റീജിയണൽ ക്യാൻസർ സെന്റേഴ്സിൽ ഇപ്പം നമ്മുടെ കേരളത്തിൻ്റെ ആണെങ്കിൽ അവിടെയൊക്കെ ഒരു തരത്തിൽ അബ്ലേറ്റീവ് തെറപ്പീസ് ഒക്കെ നടക്കുന്നുണ്ട്, റേഡിയേഷൻ തെറപ്പീസ് നടക്കുന്നുണ്ട്. അവിടെ ഉണ്ട് SBRT ഉണ്ട്. പല തരത്തിൽ. ഇപ്പം SBRT എന്ന് പറയുന്നത് ലിവർ ക്യാൻസറിന് മാത്രമല്ല, പല തരത്തിലുള്ള SBRTs നമ്മൾ വേറെ ക്യാൻസേഴ്സിനും ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊക്കെ ഗവൺമെന്റ് തലത്തിൽ നടക്കുന്നുണ്ട്. എൻ്റെ പല പേഷ്യൻസും അവർക്ക് ഗവൺമെന്റ് എംപ്ലോയീസ് ആകുമ്പോൾ അവർക്ക് അവിടെ ഇൻഷുറൻസും കാര്യങ്ങളും കിട്ടുന്ന കാരണം ഞാൻ തന്നെ അവരെ റെഫർ ചെയ്ത് ഈ ഗവൺമെന്റ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ നമ്മൾ വിടുന്നുണ്ട്. പക്ഷേ നമ്മളുടെ വേറൊരു കാര്യമുള്ളത് എക്സ്പെർട്ടീസ് ആണ്. അതായത് ഇപ്പം നമ്മുടെയൊക്കെ ഡിപ്പാർട്ട്മെന്റ്സിൽ ഇവർ ചെയ്ത് കൈ തഴമ്പിച്ചിരിക്കുന്ന ആൾക്കാരാണ്. അപ്പം പെർഫെക്റ്റ് ആയിട്ട് ഒരു പ്രോട്ടോക്കോളും കറക്റ്റ് ആയിട്ട് ചെയ്യുന്നതും ബെറ്റർ ഔട്ട്കംസ് ഉള്ളത് കുറെ കൂടെ എക്സ്പീരിയൻസ്ഡ് സെന്റേഴ്സിനാണ്. അങ്ങനെ ഒരു എക്സ്പീരിയൻസ്ഡ് സെന്റർ ഇപ്പോഴും ഗവൺമെന്റ് തലത്തിൽ നമുക്ക് വന്നിട്ടില്ല. അത് വരും. എപ്പോഴും ഗവൺമെന്റിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കൺസേൺ പബ്ലിക് ഹെൽത്ത് ആയി മാറുമ്പോൾ അത് വരും. ഇപ്പം അങ്ങനെ തോന്നുന്നു. ഓക്കെ, വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് ഉണ്ടോ ഗവൺമെന്റ് അങ്ങനെ കാലങ്ങൾ കൊണ്ട് ഒരു എക്സ്പെർട്ടീസ് ഡെവലപ്പ് ചെയ്ത് അതിന് കുത്തകയായി മാറിയത്? ഏതെങ്കിലും ഫോർഗെറ്റ് അബൌട്ട് ഹെപ്പറ്റോളജി. നമ്മളിപ്പം ശരിക്കും നോക്കിയാൽ ന്യൂറോളജി, ന്യൂറോ സർജറി അതും പിന്നെ സെൻട്രൽ ഗവൺമെന്റിന്റെയാണ്. സ്റ്റേറ്റ് ഗവൺമെന്റ് ലെവൽ എനിക്കറിയില്ല, ഇല്ലെന്നാണ് തന്നെ എനിക്ക് തോന്നുന്നത്. അതല്ലാതെ അഡ്വാൻസ്ഡ് കെയർ ഇപ്പം ഈ പറയുന്ന പോലെ ക്യാൻസറിനാണെങ്കിലും ഇപ്പം ബയോളജിക്കൽ തെറപ്പീസ്, ഇമ്മ്യൂണോ തെറപ്പീസ്, ടാർഗറ്റഡ് തെറപ്പീസ്, മോളിക്കുലർ ടാർഗറ്റഡ് തെറപ്പീസ് എന്നൊക്കെ പറഞ്ഞ കുറേ സാധനം ഇതൊന്നും ഗവൺമെന്റ് തലത്തിൽ ലഭ്യമല്ല. പക്ഷേ പ്രൈവറ്റ് ആണ് ഈ ഷോൾഡറിംഗ് മുഴുവൻ ചെയ്യുന്നത് ഇങ്ങനത്തെ ട്രീറ്റ്മെന്റ്. യെസ്. ഓക്കെ, അപ്പോൾ എന്തായാലും ചികിത്സ ഇതിങ്ങനെ പുതിയ ചികിത്സകൾ വരുന്നു, അതുപോലെ പുതിയ സംവിധാനങ്ങൾ വരുന്നു, കൂടുതൽ സെന്റേഴ്സ് വരുമ്പോൾ സത്യത്തിൽ ഇത് ജനങ്ങൾക്ക് കൂടുതൽ അഫോർഡബിൾ ആയി മാറുന്നില്ലേ? ഒരു തരത്തിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഇത് ശരിക്കും അഫോർഡബിൾ ആണ്. ഇപ്പം ഇൻഷുറൻസ് ഉള്ളവർക്ക് വളരെ അഫോർഡബിൾ ആണ്. ഇൻഷുറൻസ് ഇല്ലാത്തവർക്ക് ഈ പറയുന്ന SBRT എന്നൊക്കെ പറയുന്ന ട്രീറ്റ്മെന്റ്സിന് അഡ്മിഷൻ പോലും വേണ്ടല്ലോ. നമ്മൾ OPD വന്ന് ചെയ്തെങ്കിൽ പോവാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അവിടെ അഡ്മിഷൻ ചാർജസോ അഡീഷണൽ കോസ്റ്റ് ഒന്നും വരുന്നില്ല. പിന്നെ ഇതിനുപരി ഞാൻ പറയാത്ത വേറൊരു ട്രീറ്റ്മെന്റ് ഉണ്ട്, അതാണ് ഇമ്മ്യൂണോ തെറപ്പി എന്ന് പറയുന്നത്. ഈ അറ്റസോളിസുമാബ്, ബെവാസിസുമാബ് എന്നൊക്കെ പറഞ്ഞ പുതിയതരം ഇഞ്ചക്ഷൻ മരുന്നുകളുണ്ട് ഈ ലിവർ ക്യാൻസറിനൊക്കെ അലിയിപ്പിച്ച് കളയുന്നത്. അതൊക്കെ പക്ഷേ നമ്മുടെ ഗവൺമെന്റ് തലത്തിലോ ഇപ്പം ഫ്രീ ആയിട്ടോ സബ്സിഡി ആയിട്ടോ ഒന്നും കിട്ടുന്നില്ല രോഗികൾക്ക്. അത് കൂടുതലും പ്രൈവറ്റിൽ വന്നിട്ടാണ് ആൾക്കാർ എടുക്കുന്നത്. ഇന്ത്യൻ കമ്പനി ആണെങ്കിൽ ഒരു വർഷത്തെ അതിന്റെ കോസ്റ്റ് വരുന്നത് 15 ലക്ഷവും, ഒറിജിനൽ ഫോറിൻ കമ്പനി ആണെങ്കിൽ ഒരു വർഷത്തെ കോസ്റ്റ് വരുന്നത് 30 ലക്ഷമാണ് ഈ ട്രീറ്റ്മെന്റ് ഇമ്മ്യൂണോ തെറപ്പിക്കൊക്കെ. അതൊക്കെ ഒരു സമയത്ത് എപ്പോഴെങ്കിലും ഗവൺമെന്റ് സബ്സിഡി കൊണ്ടുവന്ന് പല ആൾക്കാർക്ക് അത് യൂസ് ചെയ്യാൻ സാധിക്കുമെന്നാണ് എൻ്റെ ഒരു ഹോപ്പ്. യെസ്. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് ഓഡിയൻസിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ ഓൾമോസ്റ്റ് 20 മിനിറ്റ്സ് ആണ് മനസ്സിൽ വിചാരിച്ചത്. കുറച്ച് ആളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് പോകുന്നതിന് മുന്നേ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഇപ്പം എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. ഈ ഹോമിയോപ്പതി വിഭാഗത്തിൽ നിന്നും ആയുർവേദക്കാരിൽ നിന്നൊക്കെ ഇങ്ങനെ പല അഡ്വർടൈസ്മെന്റ്സ് വരും. എനിക്ക് എന്നെ അഡ്വർടൈസിന്റെ ആവശ്യമില്ല. നമുക്ക് ക്യാൻസറിന്റെ ഈ ട്രീറ്റ്മെന്റ് ഉണ്ട്, നിങ്ങൾ ഇങ്ങോട്ട് വരും എന്ന് പറഞ്ഞ അഡ്വർടൈസിന്റെ ഒരു കാര്യമില്ല. ക്യാൻസർ എന്താണ് ചികിത്സകൾ എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അത് നമുക്ക് അത്ര ചെയ്താൽ മതി. ഇതെല്ലാം സയന്റിഫിക് ആയിട്ട് എവിഡൻസ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും ഇല്ലാത്തവരാണ് ആൾക്കാരെ പറ്റിച്ച് ഓരോ പോസ്റ്ററൊക്കെ അടിച്ച് ഇങ്ങോട്ട് വരും അങ്ങോട്ട് പോലും എന്നൊക്കെ പറയുന്നത്. ഇങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് ഡെവലപ്പ് ചെയ്ത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇങ്ങനത്തെ പോസ്റ്ററുകളൊക്കെ വലിച്ച് കീറി ദൂരെ കളയാം. പക്ഷെ അപ്പോഴും ഇപ്പോൾ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ അതെടുത്തു കഴിഞ്ഞാൽ ക്യാൻസർ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ കഴിയുമെന്ന് പറയുമ്പോൾ വാക്സിൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു വൈറസ് രോഗം ബാധിക്കുന്നത് വഴി ഉണ്ടാകാൻ സാധ്യതയുള്ള ക്യാൻസർ തടയാൻ കഴിയുമെന്നുള്ളത് സത്യത്തിൽ പരസ്യം ചെയ്യേണ്ട ഒരു സാധനമല്ലേ? 100%. ഇത് മാത്രമല്ല, ഹ്യൂമൻ പാപ്പിലോമ വൈറസ്, സർവൈക്കൽ ക്യാൻസർ സ്വീഡനിൽ ലാസ്റ്റ് 3 ജനറേഷനിൽ സ്ത്രീകളിൽ സർവൈക്കൽ ക്യാൻസർ വരുന്നില്ല. എന്തുകൊണ്ടാണ്? അവിടെ HPV എന്ന് പറയുന്ന ഗാർഡാസിൽ എന്ന് പറയുന്ന വാക്സിൻ കൊടുത്ത കാരണമാണ്. ഇതൊക്കെ ഇവിടെ ഉണ്ട്, ലഭ്യമാണ്. ഇപ്പം ഞാൻ എൻ്റെ പെമ്മക്കളെയൊക്കെ നമ്മൾ എബവ് ദ ഏജ് ഓഫ് 9 ആണ് ഇത് കൊടുക്കേണ്ടത്, എബവ് ദ ഏജ് ഓഫ് 10. അപ്പോൾ ഞാൻ ഓൾറെഡി അവരെ വാക്സിനേറ്റ് ചെയ്ത് കഴിഞ്ഞു. എല്ലാവരും അത് ചെയ്യണം. നമുക്ക് പിള്ളേരുടെയൊക്കെ ഫ്യൂച്ചർ പ്രൂഫ് ആക്കുകയാണ് ഈ സർവൈക്കൽ ക്യാൻസറിന്. ഹെപ്പറ്റൈറ്റിസ് ബി അതുപോലെ. ഇപ്പോൾ നമുക്കിപ്പോൾ ലിവർ ക്യാൻസർ എന്നുള്ളൊരു കൺസേൺ എടുത്ത് വെച്ചിട്ട് പറയുമ്പോൾ ആൽക്കഹോളിക് അല്ലാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ക്യാൻസർ വരാനുള്ള പ്രധാനപ്പെട്ട ഒരു സാധ്യത ഈ ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് വഴിയാണ്. ഡയബറ്റീസ്, അമിതവണ്ണം. അതിൽ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ വാക്സിൻ പ്രിവെന്റബിൾ ആയിട്ടുള്ള ഹെപ്പറ്റൈറ്റിസ് ബി ആണ്. അപ്പോൾ അത് എടുക്കാത്ത ആളുകൾക്ക് എപ്പോൾ എടുക്കാം ഈ വാക്സിൻ? എപ്പോൾ വേണമെങ്കിലും എടുക്കാം. അവരെ ഒരു ഫിസിഷ്യൻ എടുത്ത് ചെല്ലുക. ഫിസിഷ്യൻ നോക്കും ഇവർക്ക് ഹെപ്പറ്റൈറ്റിസ് ബി ഇൻഫെക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇല്ലെങ്കിൽ ഇവർക്ക് ഇതിനെതിരായിട്ടുള്ള പ്രതിരോധ ശക്തി ഉണ്ടോ നോക്കും, ആന്റിബോഡീസ്. പ്രതിരോധ ശക്തി ഉണ്ടെങ്കിൽ വാക്സിനേഷൻ എടുക്കേണ്ട ആവശ്യമില്ല. ചിലർക്ക് പ്രതിരോധ ശക്തി ഉണ്ടാവും, പക്ഷേ കുറവ് ലെവലിലായിരിക്കും. അപ്പോൾ അവർക്ക് ഒരു ബൂസ്റ്റർ കൊടുക്കണം. പ്രതിരോധ ശക്തി ഒട്ടും ഇല്ലാത്തവരിൽ ഈ ഫുൾ 3 കോഴ്സ് വാക്സിനേഷൻ അങ്ങ് ചെയ്ത് തീർക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതോടെ അവർ ഹെപ്പറ്റൈറ്റിസ് ബിന്ന് പ്രൊട്ടക്റ്റഡ് ആണ്. ഈ പ്രതിരോധ ശക്തി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതാണ്? HBS എന്ന് പറയുന്ന ഒരു ടെസ്റ്റാണ് ബ്ലഡിൽ. നമ്മൾ HBS AG നോക്കും, ആന്റി HBS നോക്കും. HBS AG എന്ന് പറയുന്നത് ഇൻഫെക്ഷൻ, അത് റിയാക്റ്റീവ് ആണ്. അതെ, നോൺ റിയാക്റ്റീവ് ആണ്, ഇൻഫെക്ഷൻ ഇല്ല എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ആന്റി HBS നോക്കും. അത് 10 താഴെയാണെങ്കിൽ പ്രതിരോധം ഇല്ല. 10 തൊട്ട് 100 വരെയാണെങ്കിൽ പ്രതിരോധം ഉണ്ട്, പക്ഷേ ബൂസ്റ്റർ എടുക്കണം. 100ന് മുകളിലാണെങ്കിൽ ഫുൾ പ്രതിരോധമാണ്.
ഓക്കെ 3 കോഴ്സ് എന്ന് പറയുന്നു. അപ്പോൾ എങ്ങനെയാണ് ആ കോഴ്സ്? നമ്മൾ ഫസ്റ്റ് ഡോസ് എടുക്കുന്നു. ഫസ്റ്റ് ഡോസ് എടുത്ത് കഴിഞ്ഞ് 1 മാസം കഴിയുമ്പോൾ രണ്ടാമത്തെ ഡോസ് കഴിഞ്ഞ് 5 മാസം കഴിയുമ്പോൾ മൂന്നാമത്തെ ഡോസ്. അതായത് 0, 1 and 6 വരും. ഓക്കെ. അപ്പോൾ ഇത് ലൈഫ് ടൈമിൽ എത്ര തവണ? ഇത് 10 കൊല്ലം 15 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് റീചെക്ക് ചെയ്താൽ മതി. ഓൾമോസ്റ്റ് ലൈഫ് ലോങ് പ്രൊട്ടക്ഷൻ ആണ്. മോർ ദാൻ 80%. ഓക്കെ. ഇതിൻ്റെ കോസ്റ്റ്? ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ഫ്രീ ആണ്. ഫ്രീ ആണ്. എപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും പോയി ചെയ്യാവുന്നേ ഉള്ളൂ. പോയി എടുക്കാം. ഇത് നാഷണൽ വാക്സിനേഷൻ ഗൈഡ് ലൈൻ പോളിസീസിലുള്ളതാണ്. പിള്ളേരെ കൊണ്ടാകുമ്പോൾ അവർ കൊടുക്കുന്നതാണ്. ഓക്കെ. യെസ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊരു സർക്കിൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യിച്ചു എന്നാണ് വിചാരിക്കുന്നത്. കാരണം ഈ ഒരു തെറ്റിദ്ധാരണയിൽ ഏറ്റവും പ്രധാനം ക്യാൻസർ നിങ്ങൾക്ക് തടയാൻ കഴിയും, പ്രതിരോധ ശേഷി അല്ലെങ്കിൽ നമ്മുടെ കരൾ കോശത്തെ എങ്ങനെ ശക്തിപ്പെടുത്തും എന്നൊക്കെ ഉള്ളത് ഹോമിയോപ്പതി വെച്ചിട്ട് നിങ്ങൾ ഇനി ചോദിക്കുക. നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു എങ്ങനെയാണ് ഈ സംഗതി വർക്കൗട്ട് ആവുന്നത്. ശക്തിപ്പെടുത്തൽ എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഇതിനെ തടയാനുള്ള വഴികളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇനി നിങ്ങൾ ആ പറയുന്ന പോസ്റ്ററിലുള്ള ഫോൺ നമ്പറിൽ വിളിച്ചിട്ട് നേരിട്ട് ചോദിക്കുക, ഡോക്ടറെ എങ്ങനെയാണ് ഹോമിയോ മരുന്ന് കഴിച്ചിട്ട് ഈ സാധനം ഉണ്ടാവണേ എന്നുള്ളത് നേരിട്ട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ റെക്കോർഡ് ചെയ്ത് എനിക്ക് അയച്ചു തന്നാൽ ഞാനിവിടെ പബ്ലിഷ് ചെയ്ത് അതിൻ്റെ വിവരം നമുക്ക് കൂടുതൽ നാട്ടുകാരെ അറിയിക്കാമെന്നും കൂടിയാണ് ഞാനിവിടെ നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്ന ഒരു കാര്യം. അപ്പോൾ നമുക്കിനി നേരെ ഓഡിയൻസിലേക്ക്